പക്ഷേ അത് കളമശ്ശേരിയിൽ പി രാജീവിൻ്റെ വേടനമൊത്തുള്ള പരിപാടി ആരംഭിക്കാനിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കളമശ്ശേരിയിൽ നിലവിലെ അവസ്ഥ എന്താണ്? ഇത്തവണ കളമശ്ശേരിയിൽ പി രാജീവിനെ എന്തെങ്കിലും ഭയക്കാനുണ്ടോ? കളമശ്ശേരിയിൽ പഴയ സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇത്തവണത്തെയും സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനെ തന്നെയാണ് ഇത്തവണയും അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് നമുക്കറിയാവുന്നപോലെ ഒന്നാമത്തെ കാര്യം UDF-നകത്തെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയതയുള്ള ജില്ലയാണ് എറണാകുളം എന്നറിയാം. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്ന UDF-ന് ആത്മവിശ്വാസം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാജീവ് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് കാണാം. പക്ഷേ രാജീവിൻ്റെ ക്യാമ്പും LDF ക്യാമ്പും പക്ഷേ അവിടെ നല്ല ആത്മവിശ്വാസമാണുള്ളത്. രാജീവിനെ മറിച്ചിടാൻ പോകുന്ന ഒരു പ്രൊഫൈൽ അവിടുത്തെ UDF സ്ഥാനാർത്ഥിക്കില്ല എന്നാണ് LDF ക്യാമ്പിൽ നിന്നുള്ള അവകാശവാദം. അവർ പറയുന്ന കാര്യം അതാണ്. രാജീവ് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. രാജീവിൻ്റെ മന്ത്രി എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം സാജിദ് അജ്മൽ വീണ്ടും ചേരുന്നു പാലക്കാട് നിന്ന്. സാജിദ്, പാലക്കാട് എന്താണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പങ്കുവെക്കൂ. ഇനി അരമണിക്കൂർ കൂടി മാത്രമേ സമയമുള്ളൂ.